ജെ ബി നമസ്കാരം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റ് മുഖ്യധാര മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി വിവരങ്ങൾ അറിയിക്കാനോ ഒന്നും തന്നെയല്ല. ഇത് പത്തനംതിട്ടയിൽ അട്ടത്തോട് കിഴക്കേക്കരയിൽ കുറെ സാമൂഹ്യ വിരുദ്ധർ ചേർന്ന് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ച് അവശയാക്കിയിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഞാൻ ഇന്നലെ കാണാനിടയായി. അപ്പോൾ അതിനൊപ്പം ആ പെൺകുട്ടിയുടെ വീഡിയോയും ചെറിയ ഒരു 2 മിനിറ്റ് വരുന്ന ഒരു വീഡിയോയും അതിനോടൊപ്പം തന്നെ ഈ സ്ഥലത്തെ ചെറിയ രീതിയിലുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് കിട്ടിയിരുന്നത്. അപ്പം അത്യാവശ്യം കേരളത്തിലുള്ള ദളിത് സമൂഹത്തിൽപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ഫോളോ അപ്പോ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് അല്ലെങ്കിൽ മേലധികാരികൾ ഈ വിഷയത്തിൽ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം നിയമ നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല. കാരണം ഇത് മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിവില്ല. കാരണം ഇന്നലെ ഒരു 10 മണിക്ക് ഈ പോസ്റ്റ് കണ്ടതിന് ശേഷം ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളിൽ ഈ വാർത്ത വരികയോ ഇതിന്റെ അനുബന്ധമായിട്ടുള്ള മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ പെൺകുട്ടിയുടെ അച്ഛൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസിന്റെ സഹായവും അതോടൊപ്പം ഈ പെൺകുട്ടി ആദിവാസി പെൺകുട്ടിയായിട്ടുള്ള പെൺകുട്ടിയുടെ അച്ഛനും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തെ മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, അതോടൊപ്പം തന്നെ SC പ്രൊമോട്ടർ, പമ്പ പോലീസ്, സത്യത്തിൽ നിങ്ങൾ 3 വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു സ്റ്റാഫുകളോടും ബന്ധപ്പെട്ട മെമ്പറോടും വളരെയധികം നന്ദി ഈ നിമിഷത്തിൽ അറിയിക്കുകയാണ്. കാരണം ഇവര് 3 പേരും ചേർന്നാണ്, അല്ലെങ്കിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റും SC പ്രൊമോട്ടറും അതോടൊപ്പം തന്നെ മെമ്പറുടെ പേര് ഇതിനകത്ത് വ്യക്തമല്ല. അപ്പോൾ ഇവരുടെ ഒരു ഇടപെടലിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ, അതായത് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ടും ലഭ്യമാണ്. അതായത് ഈ പെൺകുട്ടിക്ക് വളരെ മാരകമായിട്ടുള്ള രീതിയിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതായത് കല്ലുകൊണ്ട് നെറ്റിയിൽ ഇടിക്കുന്ന ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ടെന്നാണ്. അതായത് കണ്ടാൽ അറിയാവുന്ന 5 പേർ കൈ ഉപയോഗിച്ച് മുഖത്ത് അടിക്കുകയും പുറത്ത് ഇടിക്കുകയും കല്ലുകൊണ്ട് എറിയുകയും, അതായത് വലത് നെറ്റിയുടെ ഭാഗത്താണ് മുറിവുള്ളത്, കല്ലുകൊണ്ട് എറിഞ്ഞതിന്റെ, കഴുത്തിൽ പിടിച്ച് എറിയുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു എറിച്ചില് തറയിൽ ചെന്ന് ആ ഒരു ഫോഴ്സിൽ ഇടിച്ച് വീഴുകയും അവിടെ എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടി കിടക്കുമ്പോഴാണ് നീ വന്നേ ഈ കൊച്ചിനും വയ്യ കിടക്കാം, നീ കൊച്ചിന്റെ തലയാണ് ഒരു പരുവായി കിടക്കാം, ഇങ്ങോട്ട് വാ. ഇതാണ് ഈ ഒരു പോസ്റ്റ് മാത്രമാണ് നിലവിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിൽ അറിയാൻ കഴിയുന്ന ഒരു വിവരം. അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് പത്തനംതിട്ടയിലുള്ള ദളിത് സമൂഹത്തിൽപ്പെട്ട മറ്റ് സാമുദായിക രാഷ്ട്രീയ പ്രവർത്തകർ ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ അറിയിക്കേണ്ടതുണ്ട്. വേണ്ട രീതിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയും ഈ പ്രശ്നം ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ നരാധമന്മാരെ കൃത്യമായിട്ട് ശിക്ഷിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജയ് ഭീം.